ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നമ്മൾക്ക് ചെറിയ കാലയളവിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം നിക്ഷേപിക്കാൻ പറ്റുന്ന വളരെ നല്ല മെത്തേഡാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതേസമയം തന്നെ വളരെയധികം തുക ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിന്റെ കാരണങ്ങൾ അറിയാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണാം. നിങ്ങളും ഞാനും അടക്കമുള്ള സാധാരണ മലയാളികളുടെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പറ്റിയിട്ട് റുപ്പി ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. മിക്കവാറും എല്ലാ ബാങ്കുകളും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് നമ്മളുടെ പണപ്പെരുപ്പത്തിന് അനുസരിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൊടുക്കുക. അതായത് 7% ഇന്ത്യയിലെ പണപ്പെരുപ്പം എന്നുണ്ടെങ്കിൽ ഒരു 7.5%, 8% ഒക്കെയാണ് പണപ്പെരുപ്പത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഈ ഇന്ത്യയിലെ ബാങ്കുകൾ ഡെപ്പോസിറ്റിന് കൊടുക്കുക. അത് എല്ലാ രാജ്യങ്ങളിലും അതിന്റെ ഇൻഫ്ലേഷൻ അനുസരിച്ചുള്ള തുകയാണ് പലിശയായിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞെങ്കിൽ ഇന്ന് 100 രൂപ വേണ്ട ഒരു കാര്യം അടുത്ത വർഷം 107 രൂപയ്ക്ക് വാങ്ങുന്ന ഒരവസ്ഥ തന്നെയാണല്ലോ പണപ്പെരുപ്പം എന്ന് പറയാം. ആ ഒരു 107 രൂപയ്ക്ക് ആ സംഗതി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിക്ഷേപിച്ച തുക 100 രൂപ 108 ആയിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാലും എന്റെ കയ്യിലാകെ ബാക്കിയിരിക്കുന്നതാണ് 1 രൂപയാണ് ഇരിക്കുക. എനിക്ക് 100 വർദ്ധിച്ച് 108 ആയി, പക്ഷെ എന്റെ ആവശ്യത്തിന്റെ വില എന്ന് പറയുന്നത് 100 വർദ്ധിച്ച് 107 ആയി. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ആകെ വ്യത്യാസമുള്ളത് 1 രൂപ മാത്രമാണ്. അതിൽ നിന്ന് എനിക്ക് വലിയൊരു സമ്പത്ത് സൃഷ്ടിക്കാനായിട്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് പലപ്പോഴും താഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 2024 മെയ് കാലയളവിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 6%, 5% ഒക്കെ ആയി കുറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ പല കാര്യങ്ങളും ബാങ്ക് ഇൻട്രസ്റ്റിൽ നിന്ന് നടത്താൻ പറ്റാത്തൊരു അവസ്ഥ വരും. അത് നമ്മളെ ബുദ്ധിമുട്ടിലെത്തിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ കാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉപയോഗിച്ച് അഡ്രസ് ചെയ്യാമെങ്കിലും ദീർഘകാലത്തേക്ക് ഒരു 3 വർഷം അതിൽ കൂടുതലോ കാലയളവിലേക്കുള്ള നിക്ഷേപങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ ഓവറോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷനും അനുസരിച്ച് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് എന്തെങ്കിലും ഗൈഡ് ലൈൻ വേണം, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതേസമയം തന്നെ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ. വീഡിയോയ്ക്ക് കമന്റുകളായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് സംബന്ധിയായിട്ടുള്ള ക്വസ്റ്റ്യനുകളോ അതുമായിട്ടുള്ള സപ്പോർട്ടുകളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.